മാർച്ച് 20 പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാം? വേൾഡ്സ് സ്പാരോ ഡേ. നമ്മുടെ ഇത്തിരി കുഞ്ഞൻ പക്ഷികളായ കുരുവികളുടെ ദിവസം. ലോക കുരുവി ദിനം. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ദിനം പ്രത്യേകമായിട്ടും കൊണ്ടാടുന്നത്. ഞാനിന്ന് പറയാൻ പോകുന്നത് അങ്ങാടിക്കുരുവികളെ കുറിച്ചല്ല, എന്നാൽ കുരുവികളെ കുറിച്ചാണ്. വയൽ കുരുവികൾ എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ തൂക്കണാം കുരുവികളെ കുറിച്ചാണ്. തൂക്കണാം കുരുവികളുടെ കൂടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്ത് മനോഹരമാണ് അല്ലേ? സാധാരണ രീതിയിൽ തൂക്കണാം കുരുവികൾ കൂട് വയ്ക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലം പൊതുവെ ദുർബലമായ മരച്ചില്ലകളിലോ അല്ലെങ്കിൽ ജലാശയത്തിന് മീതെ ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകളിലോ ആണ്. നമ്മുടെ മുണ്ടകപ്പാടത്തെ വയലുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന തെങ്ങോലകളിൽ ഇവയുടെ കൂട് ധാരാളമായിട്ടുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ ഇവ കൂടുകൾ നിർമ്മിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ശത്രുക്കളിൽ നിന്നുള്ള രക്ഷ തന്നെയാണ്. ഓരോ കുരുവിക്കൂടും ആൺകുരുവികളുടെ അധ്വാനമാണ്. അത് ഇണക്കിളിയെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കൂടുകൾ നിർമ്മിക്കുന്നത്. കൂടിന്റെ പണി പൂർത്തിയാക്കി ആ കൂട് പെൺകുരുവിക്ക് ഇഷ്ടമായതിനു ശേഷമാണ് അതിന്റെ ബാക്കി പണികൾ ചെയ്യുന്നത്. പണി പൂർത്തിയാക്കിയ കൂടിന്റെ അറ്റത്ത് മാത്രമാണ് വാല് പോലെ ഒരു ഭാഗം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. വയലിൽ വരുന്ന വിളകളെ നശിപ്പിക്കുന്ന പ്രാണികളെയൊക്കെ ഇവ തിന്നുമെന്നുണ്ടെങ്കിലും നെല്ല് വിളഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഇവ കർഷകന്റെ ശത്രുവാണ്. ഇവ കൂട്ടമായി വന്നിരുന്ന് നെൽക്കതിരുകൾ കൊത്തി തിന്നുകയും വിളകൾക്ക് ഗണ്യമായ നാശനഷ്ടം വരുത്തുകയും ചെയ്യും. പച്ചത്തെങ്ങോലകളിലൊക്കെ സ്ഥാപിക്കുന്ന കൂട് ഓല ഉണങ്ങി അടർന്നു വീഴുന്നിടം വരെയുള്ളൂ ഒരു കൂടിന്റെ ആയുസ്. എങ്കിലും കൂടിന്റെ നിർമ്മാണം കുരുവികൾ തുടർന്നുകൊണ്ടേയിരിക്കും. കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി.